നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതു. ആരി ബ്രൂക്ക് 91 റൺസിന് പുറത്തായി. സ്വന്തം നാട്ടിലെ സെഞ്ചുറി നേടാനുള്ള അദ്ദേഹത്തിൻ്റെ കാത്തിരിപ്പ് നീണ്ടു പോവുകയാണ്. പക്ഷേ ഇംഗ്ലണ്ട് പാകിസ്ഥാനെ ശരിക്കും തളർത്തിയിരിക്കുന്നു. രണ്ടാം ദിവസം തന്നെ ഹെഡിംഗ്ലിയിലെ ടെസ്റ്റിൽ ഒന്നാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസം കളി അവസാനിക്കുമ്പോൾ 8 വിക്കറ്റിന് 366 എന്ന നിലയിലാണ് ഇംഗ്ലണ്ട്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ആദ്യ ഇന്നിംഗ്സ് സ്കോറായ 171 റൺസിനേക്കാൾ ഓൾറെഡി 195 റൺസ് ലീഡായി. ശരിക്കും പാകിസ്ഥാനെ തളർത്തി. അവസാനം തുടർച്ചയായി 2 വിക്കറ്റുകൾ അറ്റ്കിൻസിനെയും റോബിൻസിനെയും പറഞ്ഞു വിട്ടതുകൊണ്ടാണ് ഈ 8 വിക്കറ്റ് എന്ന രൂപത്തിലേക്ക് പോയത്. അങ്ങനെയാണ് അലി ഉസ്മാൻ്റെ ഫൈഫർ വരുന്നത്. അലി ഉസ്മാൻ ഫൈഫർ എടുത്തെങ്കിലും ശരിക്കും പറഞ്ഞാൽ ആധിപത്യം മുഴുവനും പുലർത്തിയത് ഇംഗ്ലണ്ടാണ്. 23 ഓവറുകളിൽ 92 റൺസിന് അദ്ദേഹം 5 വിക്കറ്റുകൾ വീഴ്ത്തി. അബ്ബാസിനും ഷെഹസാദിനും അതുപോലെ തന്നെ മുഹമ്മദ് അലിക്കും ഓരോ വിക്കറ്റുകളും ലഭിച്ചു. അതാണ് പാകിസ്ഥാൻ്റെ ബൗളിംഗ് കാർഡിലുള്ളത്. അതേസമയം ഇംഗ്ലണ്ടിൻ്റെയോ 4 കിടിലൻ അർദ്ധ സെഞ്ചുറികൾ. കോക്സിൻ്റെ വക 73, ജോ റൂട്ട് 66, ഹാരി ബ്രൂക്ക് 91, ലോറൻസ് 51. ഇങ്ങനെ 4 അർദ്ധ സെഞ്ചുറികൾ പിറന്നപ്പോൾ ഇംഗ്ലണ്ട് 366 എന്ന നില, അതായത് 8 വിക്കറ്റ് 366 എന്ന നിലയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ വമ്പൻ ലീഡായി കഴിഞ്ഞു. ഓൾറെഡി പാകിസ്ഥാൻ ഇപ്പോഴേ തളർന്നു കഴിഞ്ഞു എന്നർത്ഥം. ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സിലേക്ക് വന്നാൽ ഡക്കറ്റ് 15 റൺസും ഗെയിം 33 റൺസുമാണ് അടിച്ചത്. പിന്നെയാണ് 4 അർദ്ധ സെഞ്ചുറികൾ പിറക്കുന്നത്. ജോർഡൻ കോക്സ് 100 പന്തുകൾ നേരിട്ട് 73 റൺസാണ് അടിച്ചത്. ജോ റൂട്ട് 112 പന്തിൽ 66 റൺസ്. ഹാരി ബ്രൂക്ക് 93 പന്തുകൾ 13 ഫോറുകളുടെ സഹായത്തോടെ ഗംഭീരമായ ഇന്നിങ്സ്. അദ്ദേഹം 91 റൺസ് അടിച്ച് മടങ്ങി. ഡാൻ ലോറൻസ് ആവട്ടെ 79 പന്തിൽ 51 റൺസ് അടിച്ചു. ജെയ്മി സ്മിത്ത് 16 റൺസുമായിട്ട് സ്റ്റിൽ ക്രീസിലുണ്ട്. അദ്ദേഹം ഇന്നും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകും, 400-ലേക്ക് എത്തിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അറ്റ്കിൻസൺ 3 റൺസുമായിട്ടും റോബിൻസൺ ഡക്കായിട്ടും മടങ്ങിപ്പോയി. ജോഫ്രെ ആർച്ചറാണ് ഇപ്പോൾ ജെയ്മി സ്മിത്തിന് കൂട്ടായിട്ടുള്ളത്. എന്തായാലും രണ്ടാം ദിവസം തന്നെ ഇംഗ്ലണ്ട് പാകിസ്ഥാനെ തളർത്തി കളഞ്ഞിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.